ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ജലജ ആകെ മൊത്തം ദേഷ്യത്തിലാണുള്ളത്. കനക ഒന്നിച്ച് കൂടെയാണ് കിടക്കുന്നതെന്ന് കേട്ടതിൻ്റെ ആ ദേഷ്യത്തിൽ. കാരണം ആ വീട്ടിൽ ജലജ മാത്രമേ സ്വന്തമായിട്ട് കിടക്കുന്നതുള്ളൂ. ബാക്കി എല്ലാവരും രണ്ടാൾക്കാർ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പം ജലജയുടെ മുറി കിടക്കാനാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് കനകയോട്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് ജലജ ഉള്ളത്. അതിന് വന്നിട്ട് അബിയെ വായിൽ വന്നതൊക്കെ പറയുകയാണ്. നീ ഒറ്റൊരാൾ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിന്നെപ്പോലെ ബുദ്ധിയില്ലാത്ത മക്കളുണ്ടാക്കി ഇങ്ങനെയൊക്കെ അമ്മമാർ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അബി ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഇനി ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ ഇതൊക്കെ അമ്മമാർ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെയാണ് ഇറങ്ങി പോകുന്നത്. അനാമിക ഗിഫ്റ്റായിട്ട് കൊടുത്ത സാരി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നന്ദു. ആ സമയത്ത് നന്ദുവിൻ്റെ മനസ്സിൽ കൂടെ ആദ്യമായിട്ട് അനിയെ കണ്ട ഒരു ഭാഗമാണ് ഓർമ്മ വരുന്നത്. ആ ഒരു കല്യാണ ദിവസം നന്ദു അനിയുടെ തോളിലേക്ക്, അതായത് പെട്ടെന്ന് അനി പിടിച്ചപ്പം ഞെട്ടിയിട്ട് അനിയുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് നന്ദുവിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അതിനുശേഷം ആ സാരി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്ദു വിചാരിക്കുകയാണ്, നല്ലൊരു ഫ്രണ്ടായിരുന്നു അനി, പിന്നെ എപ്പോഴാണോ എന്തോ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്. ഒരിക്കലും ഇങ്ങനെയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ വെറുതെ അനാവശ്യമായ ടെൻഷൻ തലക്കകത്ത് കയറി. അത് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. ആദർശ് മുറിയിലേക്ക് കിടക്കാൻ വന്നിട്ട് കയ്യിലിരുന്ന വാച്ചൊക്കെ അഴിച്ചു വെക്കുന്ന സമയത്താണ് അലമാരയുടെ മുകളിലിരുന്ന ആദർശും അമ്മയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നത്. അപ്പോൾ അത് കയ്യിലെടുത്തിട്ട് ആദർശ് അമ്മയുടെ നേരെ തലോടുകയാണ്. അതായത് അമ്മയുടെ ഫോട്ടോയെ നേരെ തലോടിക്കൊണ്ട് പറയാണ്, സോറി അമ്മേ, പലപ്പോഴും എനിക്ക് അമ്മയെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും മനഃപൂർവ്വമല്ല. മുത്തശ്ശൻ്റെ അവസ്ഥ അത്രയ്ക്കും ദയനീയമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ മുത്തശ്ശന് പരമാവധി സന്തോഷം കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് പലപ്പോഴും അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് അവൾക്കൊപ്പം നിൽക്കേണ്ടി വരുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ അവളത്ര നെഗറ്റീവ് സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളിൽ എന്തൊക്കെയോ നന്മയുണ്ട്. എന്നിരുന്നാലും അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല. വീണ്ടും അമ്മയുടെ ചിത്രത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് എൻ്റെ മനസ്സിൻ്റെ ഉറപ്പാണ്. അബി അമ്മ വഴക്ക് പറഞ്ഞു പോയതിൻ്റെ ആ ഒരു ടെൻഷനിലൊക്കെ മുറിയിലിരിക്കുമ്പോഴാണ് രാത്രി കുടിക്കാനുള്ള വെള്ളമൊക്കെ ജഗ്ഗിലെടുത്തിട്ട് നവ്യ കിടക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നവ്യയോടായിട്ട് അബി പറയുന്നുണ്ട്, അമ്മയുടെ മുറിയിൽ ഞങ്ങൾ മക്കൾ പോലും കിടക്കാറില്ല, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നവ്യയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതിന് ഞങ്ങളെ പഴിക്കേണ്ട അബി, അമ്മ ഹോളിൽ കിടന്നോളാന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും അല്ലേ. അപ്പോൾ അബി പറയാണ്, അതവരങ്ങനെയല്ലേ പറയൂ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതായത് നിന്നെ നോക്കാനാണല്ലോ നിൻ്റെ അമ്മ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ മുറിയിൽ കിടന്നൂടെ? ഞാൻ അടുത്ത റൂമിൽ അമ്മയുടെ ഒപ്പം കിടന്നോളാം. അപ്പം നവ്യക്ക് ദേഷ്യം വരാണ്, ഈ മുറി അങ്ങനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുക്കണം എന്നല്ല, നീയും നിൻ്റെ അമ്മയും കൂടി ഇവിടെ കിടന്നോളാനാ പറഞ്ഞത്. അബി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് വേണ്ട, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പമാണ് കഴിയേണ്ടത്. അപ്പോൾ അബി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നീ എനിക്കൊപ്പമാണോ കഴിയുന്നത്? അപ്പം നവ്യ അലവസരത്തോടെ പറയുന്നുണ്ട്, അത് അപ്പോഴല്ലേ, പിന്നെ എനിക്കങ്ങോട്ട് പോവാനേ ഇഷ്ടമല്ല. അവിടെ AC ഇല്ല, നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്, ഞാൻ AC മുറിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ അബിക്ക് ദേഷ്യം വരികയാണ് നവ്യയുടെ സംസാരം കേൾക്കുമ്പോൾ. പക്ഷേ നവ്യ വീണ്ടും പറയുന്നുണ്ട്, അമ്മയാവാൻ പോകുന്നൊരു പെണ്ണിനെ നല്ല ഭക്ഷണം മാത്രമല്ല നല്ല ഉറക്കവും കിട്ടണം. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ഉറക്കമല്ലേ നീ കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നവ്യ പറയും, നീ ഒന്നും ആലോചിക്കേണ്ട അബി, ഒരു കാരണവശാലും എൻ്റെ അമ്മയെ ഞാൻ ഈ മുറിയിലേക്ക് കിടത്തില്ല. അമ്മയ്ക്ക് ഇതിനകത്ത് കിടക്കാനുള്ള അർഹതയൊന്നുമില്ല. അപ്പോൾ അബി ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ചോദിക്കും, അപ്പോൾ എൻ്റെ അമ്മയുടെ മുറിക്കകത്ത് കിടക്കാനുള്ള അർഹതയുണ്ടോ? അപ്പോൾ നവ്യ കൂസലില്ലാണ്ട് പറയാണ്, ഇല്ല, അതുകൊണ്ടല്ലേ അമ്മ ഹോളിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റോർ റൂം ഉണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. അമ്മയ്ക്ക് അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അബി ദേഷ്യത്തോടെ പറയാം, എങ്കിൽ അത് പോയി നീ തന്നെ നിൻ്റെ അമ്മയോട് പറ. ഞാൻ അങ്ങനെ പറഞ്ഞാലും ഇവിടെയുള്ളവർ സമ്മതിക്കില്ലല്ലോ. എന്നിട്ട് നവ്യ ദേഷ്യത്തോടെ പറയാണ്, ഇതിലും നല്ലത് ഹോം നേഴ്സായിരുന്നു, എന്തിനാ എൻ്റെ അമ്മയെ പിടിച്ച് ഇവിടെ നിർത്തിയത്? അപ്പോൾ അബിയും പറയാം, എൻ്റെ ദൈവമേ, ഇനി അവർ വന്നതുകൊണ്ട് എന്തൊക്കെ പുലിവാല് പിടിക്കുമെന്ന് അറിയില്ല. അപ്പം നവ്യ പറയാണ്, അതേ, എൻ്റെ അമ്മയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അബി ഒന്നുകൂടെ ഞെട്ടുകയാണ്. അങ്ങനെ അവരിവിടെ വന്ന് താമസിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ചില്ല. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുകയാണ്, സ്വന്തം അമ്മയോട് പോലും സ്നേഹമില്ലാത്തവളാ ഇനി എന്നെ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പോകുന്നത്. അപ്പം നവ്യ ചിരിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ മുറിയിൽ നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം അബി. അവിടേക്ക് നിൻ്റെ അമ്മയും വരണ്ട, എൻ്റെ അമ്മയും വരണ്ട, നമ്മൾ മാത്രം മതി, പിന്നെ നമുക്ക് ജനിക്കുന്ന കുഞ്ഞും. അപ്പോൾ അബി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നവ്യ നോക്കുകയാണ്. ഓർണമെൻറ്റ്സൊക്കെ ഊരി ജലജ കിടക്കാൻ പോകുമ്പോഴാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത്. കനക മുറിയുടെ വലിപ്പവും AC-യുടെ തണുപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നേരെ പോയി ബെഡിലിരിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഷെൽഫിനകത്ത് പായയും തലയണയുണ്ട്, അതെടുത്ത് നിലത്ത് പാവിരിച്ച് കിടക്കാൻ നോക്ക്. അപ്പോൾ കനക ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ നടുവിന് ഭയങ്കര വേദനയാണ്, എനിക്ക് ബെഡിൽ കിടന്നാലേ പറ്റൂ. അപ്പോൾ ജലജ തിരിച്ചു ചോദിക്കുകയാണ്, നീ നിൻ്റെ വീട്ടിൽ സപ്രമഞ്ചത്തിലാണോ കിടക്കുന്നത്? അപ്പോൾ കനക പറയും, ഞാൻ അവിടെയും ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. നനഞ്ഞടം കുഴിക്കലടി, ഒരവസരം കിട്ടി, അവളത് മുതലാക്കാൻ നോക്കുക. അപ്പോൾ കനക ചോദിക്കും, എന്ത്?
എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദർശ് മോൻ്റെ മുത്തശ്ശിയാ പറഞ്ഞത് ഇവിടെ ബെഡിൽ അഭിമോൻ്റെ അമ്മയ്ക്കൊപ്പം കിടന്നോളാൻ. പിന്നെ ഇവിടെ താഴെ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഹാളിൽ കിടക്കുന്നതാ. ഞാൻ അവിടെ പോയി കിടന്നോളാം എന്ന് പറഞ്ഞ് കനക എഴുന്നേൽക്കാൻ പോകുമ്പോഴേക്കും ജലജ പറയാണ്, വേണ്ട വേണ്ട വേണ്ട, ഇനി അതിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തും. എന്നിട്ട് നിന്നെ ആനയിച്ചവർ ഇവിടെ കൊണ്ടുവന്ന് കിടത്തണം. അപ്പോൾ കനക പിന്നെ വീണ്ടും തിരിച്ച് ബെഡിൽ തന്നെ കിടക്കുകയാണ്. അതല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ്? അപ്പോൾ കനക പറയൂ, ഷോ, ഞാൻ മനസ്സ് പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലജ ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് പറയും, ഞാൻ പറയുന്നത് ശരിയാണെന്ന് മറ്റുള്ളവർ ആരെക്കാളും നന്നായിട്ട് അറിയുന്നവളാ നീ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കിടന്നുറങ്ങാൻ നോക്ക്. എന്നിട്ട് അഴിച്ചു വെച്ച ഓർണമെൻറ്റ്സൊക്കെ പുറത്ത് ഷെൽഫിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ആ സമയത്ത് കനകയെ നോക്കിക്കൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്നത്തോടെ നിൻ്റെ ഈ മുറിയിലെ കിടത്ത ഞാൻ അവസാനിപ്പിക്കൂടി. അങ്ങനെ ജലജ വന്ന് ബെഡിൽ കിടന്നതിന് ശേഷം കനക ഗോവിന്ദനെ വിളിക്കുകയാണ്, ഗോവിന്ദേട്ടാ, ഞാനേ വയറ് നിറച്ച ആഹാരമൊക്കെ കഴിച്ചിട്ട് AC മുറിയിൽ വന്ന് കിടക്കുക, നല്ല പതുപതാന്നുള്ള ബെഡിൽ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവിടെ നിൽക്കാൻ നല്ല വിഷമായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ. അപ്പോൾ കനക സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജലജയെ നോക്കുകയാണ്, ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജലജ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പം ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഞാനേ വീഡിയോ കോളിൽ വരാം. അയ്യോ അതൊന്നും വേണ്ട, ഗോവിന്ദൻ പറയുന്നത്, വരാന്നേ, എൻ്റെ മുറിയൊക്കെ ഒന്ന് കാണ്. അപ്പോൾ ജലജ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജലജക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കനക നേരെ കോൾ കട്ട് ചെയ്തിട്ട് വീഡിയോ കോളിൽ ഗോവിന്ദനെ കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഗോവിന്ദൻ കോൾ അറ്റൻഡ് ചെയ്ത സമയത്ത് റൂമൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഓണാക്കിയിട്ട് മുറിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, കൊള്ളാലോ, വീഡിയോ കോൾ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ഇയർഫോൺ കുത്തിയിട്ടില്ലേ സൗണ്ട് പുറത്തേക്കാണല്ലോ വരിക. അപ്പോൾ അതിനുശേഷം കനക പറയുന്നുണ്ട്, ഇവിടെ നല്ല തണുപ്പാണ് മുറിക്കകത്ത്, ഭയങ്കര തണുപ്പ്. കനക ഇങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ട് പറയും, നമുക്ക് അവിടെ ഒരു AC വാങ്ങിക്കണം. അപ്പോൾ ഗോവിന്ദനും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നെ ഞാനേ തണുപ്പിച്ച് തരാടി, ഐസാക്കി തരാം. ആ പിന്നെ മാവൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാൾ പറയും, ഉണ്ടായിരുന്നു. രണ്ടാളും ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചോ? അപ്പോൾ അയാളും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, പിന്നെ നമ്മുടെ മോളെ കൊണ്ട് ഞാൻ നന്നായി കഴിപ്പിച്ചിട്ടുണ്ട്. തുണിയൊക്കെ മടക്കി ഷെൽഫിൽ വെച്ചായിരുന്നു. ആ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദേട്ടാ, ആ നന്ദുവിനോട് പറയണം രാവിലെ എഴുന്നേറ്റ് കറങ്ങാൻ പോവാതെ എൻ്റെ കുറച്ച് തുണിയൊക്കെ ഇവിടെ എത്തിക്കാൻ. ആ പറയാം. അപ്പോഴേക്കും ജലജ ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് പറയും, എന്താ ഇത്, മനുഷ്യൻ ഉറങ്ങണ്ടേ? ജലജയുടെ ശബ്ദം കേട്ടപ്പം ഗോവിന്ദനും പേടിക്കുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെ, കുട്ടികളുടെ അച്ഛനോട് സംസാരിക്കുക, ഇപ്പം നിർത്തിക്കോളാം. അപ്പോൾ ജലജ പറയും, വയസ്സാം കാലത്തെ റൊമാൻസ്, അതും പറഞ്ഞ് അവർ വീണ്ടും കിടക്കുകയാണ്. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ആരാ കനക അത്? ഞാനേ അഭിമോൻ്റെ അമ്മയോടൊപ്പമാണ് കിടക്കുന്നത്. ഓ, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാ, എന്നാൽ പിന്നെ നാളെ വിളിക്കാം, അയാൾ പറയാണ്. ശരി ഗോവിന്ദേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗോവിന്ദേട്ടാ. കോള് കട്ടായതിനു ശേഷം ജലജ വീണ്ടും എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ദേ, രാത്രി മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കരുത്. ആഹാ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദേ ഒരു ദിവസം ഒരു നേരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷമാ. അങ്ങനെ വിഷമമുള്ള ആളെന്തിനാ ഇവിടെ കെട്ടിക്കയറി കിടക്കുന്നത്? അപ്പോൾ കനക പറയൂ, ഞാൻ കിടന്നൊന്നുമല്ലല്ലോ, ഇവിടെ നിൽക്കണമെന്ന് ഇവിടുത്തെ മുത്തശ്ശി പറഞ്ഞതല്ലേ. ആ, അത് കേൾക്കാൻ നിൽക്കുമായിരുന്നല്ലോ നീ. ജലജ കളിയാക്കുകയാണ്. ദേ, എനിക്ക് തർക്കിക്കാൻ സമയമില്ല, ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചതാ. എന്താ നടന്നതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? കനക ദേഷ്യത്തോടു കൂടി ജലജയോട് പറയാണ്. ജലജയാണെങ്കിൽ സ്വയം പഴിച്ചുകൊണ്ട് വീണ്ടും കിടക്കുകയാണ്. അത് കണ്ടിട്ട് കനകയാണെങ്കിൽ കൊഞ്ഞനം കുത്തിക്കൊണ്ടും കിടക്കുന്നുണ്ട്. നയന മുറിയിലേക്ക് വരുന്ന സമയത്ത് ആദർശ് എന്തോ തിരക്കിട്ട ജോലിയിലായിരുന്നു ലാപ്ടോപ്പിൽ. നയന മുറിയിലെത്തി, വാതിലടച്ചു, അതിനുശേഷം വെള്ളം വെച്ചു. പക്ഷെ എന്നിട്ടൊന്നും ആദർശ് ലാപ്ടോപ്പിൽ നിന്ന് തല പൊന്തിക്കുന്നില്ല. അപ്പം നയന വിചാരിക്കുന്നുണ്ട്, ഞാൻ ഈ മുറിയിൽ വന്നിട്ട് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും ഒന്ന് തല ഉയർത്തി നോക്കുന്ന പോലും ഇല്ലല്ലോ. ഈ മുറിയിൽ ആരും വന്നിട്ടില്ലെന്ന പോലെയാണ് ഇരിപ്പ്. പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി 10 മണിയായാലും ലാപ്ടോപ്പ് നോക്കിയിരിക്കും. നയന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നയന മുരടനക്കുകയാണ്. അപ്പോൾ ആദർശ് തലയുയർത്തി നയനേനെ നോക്കും. എന്നിട്ട് വീണ്ടും ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോൾ നയന, എടാ ഇതെന്ത് ഭാവം എന്ന അർത്ഥത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം പറയും, ഗുഡ് നൈറ്റ് ലാപ്ടോപ്പ്. എന്താ പറഞ്ഞേ? ആദർശ് ചോദിക്കും. കേട്ടില്ലേ, ഞാൻ ലാപ്ടോപ്പിനോട് ഗുഡ് നൈറ്റ് പറയുമായിരുന്നു. ഞാൻ ഈ മുറിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് ഈ ലാപ്ടോപ്പാണ്, അല്ലാതെ അതിന് മുന്നിലിരിക്കുന്ന ആളല്ല. നീ എന്താടി എന്നെ കളിയാക്കുവാണോ? അല്ലാതെ പിന്നെ, ഞാൻ ഈ മുറിയിലേക്ക് വന്നിട്ട് എത്ര നേരമായി എന്നറിയോ? എന്നിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഇക്കണക്കിന് ഇതിനകത്തൊരു കള്ളം കയറിയാലേ എന്തൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ആദർശ് പറയും, ഓൾറെഡി ഇതിനകത്തൊരു കള്ളി ഇരിക്കുമല്ലേ. അപ്പം നയന ദേഷ്യത്തോടെ പോയിട്ട് ആദർശ് ഇരുന്ന ബെഡിനടുത്ത് തന്നെ ഇരുന്നിട്ട് ചോദിക്കും, എന്താ പറഞ്ഞേ? അപ്പോൾ ആദർശ് ചെറുതായിട്ടൊന്ന് പരിങ്ങുകയാണ്. അപ്പോൾ നയന ദേഷ്യത്തോടെ പറയും, ഓ, ഞാൻ കള്ളിയാണല്ലേ, മുഖം മറച്ചിട്ടാണല്ലോ ഞാൻ കതിർമണ്ഡപത്തിലേക്ക് വന്നത്, അതുകൊണ്ട് ഇനിയുള്ള കാലം അത്രയും ആദർശേട്ടന് ഞാൻ കള്ളി തന്നെ ആയിരിക്കും. എങ്കിലും മനസ്സിനകത്ത് ആദർശേട്ടനെ പോലെ കള്ളം സൂക്ഷിക്കുന്ന ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ആദർശ് ചോദിക്കും, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അത് പറയാൻ എനിക്ക് മനസ്സില്ല. സ്വന്തം സ്വഭാവം എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ആദർശ് പറയും, എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പം നയന പറയാം, അതിനേക്കാളും ധാരണയുണ്ട് എനിക്ക്, അതാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പോൾ ആദർശ് ചോദിക്കും, നിനക്കിപ്പോൾ എന്താ വേണ്ടത്?
എനിക്കൊന്ന് മുറുക്കണം. എന്ത് മുറുക്കണമെന്ന്? ഈ സുഗന്ധം മുറുക്കാനുണ്ടല്ലോ, ഏലക്കയും ഗ്രാമ്പുമൊക്കെ വെച്ചിട്ടുള്ളത്. ആ, അതിപ്പോൾ വേണം. ഇപ്പോൾ വേണോ? ആ, കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കിട്ടില്ല. അപ്പോൾ ഞാൻ പറയും, എന്ത് ചെയ്യാനാ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ളപ്പോൾ അച്ഛൻ സുഗന്ധം മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നു. പിന്നെ എനിക്കന്ന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനും മുറുക്കാനൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇരുന്ന് മുറുക്കുമായിരുന്നു. ഇവിടെ വന്ന ശേഷം സ്വന്തം ഭർത്താവിനോടൊരു മുറുക്കാൻ ചോദിച്ചാൽ പോലും വാങ്ങിത്തരില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കൂടുതൽ കിടന്ന് പരാതിയൊന്നും പറയണ്ട, ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് അവൻ ലാപ്ടോപ്പിൽ എടുത്ത് നോക്കുകയാണ് ഓൺലൈനിൽ എവിടെയെങ്കിലും കട ഓപ്പൺ ഉണ്ടോ എന്ന്. എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പം ഞാൻ ചോദിക്കും, പുറത്ത് കടയുണ്ടാവില്ലേ? അപ്പോൾ ആദർശ് ചോദിക്കും, ഇപ്പം ഞാൻ ഈ കടയിൽ മുറുക്കാൻ മേടിക്കാൻ പോകണോ? ആദർശേട്ട മാത്രം പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. എടി, അത് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും. എല്ലാവരും ഇപ്പോൾ ഉറങ്ങിക്കാണും. ആരും ഇപ്പോൾ ഉറങ്ങിക്കാണില്ല, ആദർശ് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കേ അനിയുടെ ബൈക്ക് എടുത്ത് പോവാം. നാനയുടെ മുഖം വാടി കണ്ടപ്പോൾ ആദർശ് പറയാണ്, സൗണ്ട് കേൾപ്പിക്കാതെ പുറത്ത് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടാക്കാം. അപ്പം നാന ചോദിക്കുന്നുണ്ട്, ആരെയാണ് ആദർശേട്ടൻ ഈ പേടിക്കുന്നേ? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ. നമ്മൾ രണ്ടുപേരും രാത്രി ഒരുമിച്ച് പുറത്തു പോയെന്ന് കരുതി ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. എടി, അമ്മ എങ്ങാനും കണ്ടാൽ അത് മതി. രാത്രിയിൽ നീയുമായിട്ട് തനിച്ച് പുറത്തു പോയെന്നങ്ങ് അറിഞ്ഞാൽ അമ്മ അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പം നാന ദേഷ്യത്തോടെ പറയും, അതെ, അമ്മയ്ക്ക് വേണ്ടി മാത്രമേ ഈ ജീവിതം. ഭാര്യ അമ്മയുടെ നിഴലാ. അപ്പോൾ ആദർശ് പറയും, നീ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ നോക്ക്. ഞാൻ പോയി ബൈക്കിൻ്റെ കീ ഒന്ന് നോക്കട്ടെ. അല്ല, ഡ്രസ്സ് മാറ്റുന്നില്ലേ? ആദ്യം ബൈക്കിൻ്റെ കീ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ടല്ലേ ഡ്രസ്സ് മാറ്റുന്നത്. എ സിയുടെ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് കനക തണുത്ത് വിറക്കുകയാണ്. അപ്പോൾ സാരിയുടെ തലപ്പ് വെച്ചൊക്കെ മൂടി പുതക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തണുത്ത് വിറക്കുകയാണ്. ജലജയാണ് ഇതൊന്നും അറിയാതെ നന്നായിട്ട് മൂടി പൊതിച്ച് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരു പുതപ്പ് പോലും എനിക്ക് തന്നില്ല, എന്നിട്ട് സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുക. അയ്യോ, തണുക്കുന്നു എന്നാക്കി അങ്ങനെ വിറച്ച് കൊണ്ട് ലാസ്റ്റ് കനക ജലജയുടെ പുതപ്പ് വലിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വലിച്ചെടുത്ത് മൊത്തം വലിച്ചെടുത്ത ശേഷം പിന്നെ ജലജ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പുതപ്പിന് വേണ്ടിയിട്ട് പിടിവലി നടത്തുകയാണ്. എന്താ ഇത്, എനിക്ക് തണുക്കുന്നു താ എന്നൊക്കെ പറഞ്ഞ് കനകയും വിട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ജലജയും. എനിക്ക് തണുത്ത് വിറക്കുന്നുണ്ടെങ്കിലേ പുറത്തു പോയി കിടക്ക്. അപ്പോൾ കനക പറയും, ഞാൻ പുറത്തു പോയി കിടന്നാലേ എന്നോട് അകത്ത് കയറി കിടക്കാൻ പറയാനൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. അത് പറഞ്ഞ് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും നോക്കണ്ട. എ സി കിടക്കാത്തവർ അതിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ എ സി ഒന്ന് കുറച്ചിട്ട് തന്നൂടെ? അപ്പോൾ ജലജ പറയും, ഞങ്ങളൊക്കെ ഈ തണുപ്പ് കിടന്ന് ശീലിച്ചവരാ. എന്നിട്ട് ജലജ വീണ്ടും പുതച്ച് മൂടി കിടക്കുകയാണ്. കനക ആദ്യത്തെ പോലെ തന്നെ സാരി കൊണ്ട് പുതച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും തണുത്ത് മരവിച്ച് ചത്തുപോകും. എൻ്റെ ഗോവിന്ദേട്ടാ, ഇത് വല്ലാത്തൊരു ചതിയായി പോയേ. ആദർശ് നാനയെ കാത്തു നിൽക്കുകയാണ്. ഇവളിതെവിടെ പോയി കിടക്കുന്നു? അപ്പോഴേക്കും ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് നാന മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ആദർശ് ഒരു നിമിഷം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇതൊക്കെ എന്ത് എന്നൊരു ഭാവത്തിൽ മുഖാക്കുകയാണ്. താഴെ എത്തിയപ്പോൾ നാന ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നീ സാരിയൊക്കെ ഉപേക്ഷിച്ചോ? ബൈക്കിൽ സഞ്ചരിക്കാൻ സാരിയേക്കാൾ നല്ലത് ഈ വേഷ. അല്ല, എങ്ങനെയുണ്ട് ഈ വേഷത്തിൽ? അപ്പോൾ ആദർശ് പറയും, നീ ഏത് വേഷം ഇട്ടാലും നിനക്കത്ര പോരാ. അപ്പം നാന ദേഷ്യത്തോടെ പറയും, എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. ഓ, പിന്നെന്തിനാ ചോദിച്ചത്? അത് ഭർത്താവ് പുകഴ്ത്തി പറയുവാണെങ്കിൽ കേൾക്കാനൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഓ എടി, ആരെങ്കിലും ഉണരുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വരാൻ നോക്ക്, മിണ്ടാതെ വാ. അങ്ങനെ രണ്ടുപേരും കൂടെ കള്ളന്മാരെ പോലെ പമ്മി പതുങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം ആദർശ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാതെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ നാന ചോദിക്കുന്നുണ്ട്, ഇതെന്താ സ്റ്റാർട്ട് ചെയ്യാത്തത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പുറത്ത് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്, ആരും ശബ്ദം കേൾക്കണ്ട. അങ്ങനെ ഗേറ്റിന് പുറത്ത് വരെ വണ്ടി തള്ളിക്കൊണ്ട് പോയതിന് ശേഷമാണ് നാന കയറുന്നത്. നാന വണ്ടീൻ്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട്, ഒരുപാട് ചേർന്നൊന്നും ഇരിക്കണ്ട. അപ്പം നാന പറയും, പിന്നിലേക്ക് ഇനി അധിക സ്ഥലമൊന്നുമില്ല, ഇനിയും പിന്നിലേക്ക് ഇരുന്നാൽ ഞാൻ മറിഞ്ഞു വീഴും. വീഴാത്ത രീതിയിൽ ഇരുന്നാൽ മതി. അപ്പോഴേക്കും ഓ ശരി എന്ന് പറഞ്ഞിട്ട് നാന ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും, എന്താ ഇത്, തോളിൽ പിടിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ അതുപോലെ കൈ തോളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആദർശ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതേസമയം കനക ആകെ മൊത്തം തണുത്ത് മരവിച്ചിട്ടാണുള്ളത്. അവർക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല, തണുപ്പ് അധികമായിട്ട്. എഴുന്നേറ്റിട്ട് ഇങ്ങനെ കൈയൊക്കെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി തിരുമ്മുകയാണ്. എന്നിട്ട് ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുകയാണ് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടോക്കെ. ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.